നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും കണ്ടേക്കുന്ന ഈ കാറിൻ്റെ റിവ്യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഒന്ന് എൻ്റെ ഫിയറ്റ് ലീനയുടെ ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ എൻ്റെ ബ്രദർ ഇൻ ലോയുടെ ബെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കാർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, പക്ഷേ അങ്ങനെയല്ല. ഞാൻ റീസെൻ്റ്ലി ബുള്ളറ്റ് മേടിച്ചായിരുന്നു, ഡെസേർട്ട് സ്റ്റോം 500. അപ്പോൾ അതിൻ്റെ പ്രചോദനം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മേ ബി മോസ്റ്റ്ലി മൂവീസ് ആയിരിക്കും. കാരണം ഈ ദുൽഖർ സൽമാൻ്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി അതൊരു ഇൻസ്പിറേഷനാണ്. പിന്നെ ഞങ്ങളുടെ ലാലേട്ടൻ്റെ പഴയകാല മൂവി പിൻഗാമി, അതിൽ ബുള്ളറ്റിൽ പുള്ളി വരുന്നുണ്ട്. അത് കാണുന്ന തന്നെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ആലോചിച്ചു, ഓക്കെ കാർ മാത്രമല്ല നമുക്ക് ബുള്ളറ്റും ഉണ്ടെങ്കിൽ രസമായേനെ. അത് ഞാൻ മേടിച്ചായിരുന്നു. മേടിച്ചതിന് ശേഷം ഞാൻ ആലോചിച്ചു ബുള്ളറ്റിന് പറ്റിയൊരു ഹെൽമെറ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം റോയൽ എൻഫീൽഡ് തന്നെ ഹെൽമെറ്റ് നോക്കിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഹാഫ് ഹെൽമെറ്റ് എടുത്തത്. ഹാഫ് ഹെൽമെറ്റിൽ അതിൽ ചിൻ ഗാർഡില്ല. ചിൻ ഗാർഡില്ലാത്ത കാരണം കുറച്ച് ഡേഞ്ചറസ് ആണ്. ഞാൻ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തായിരുന്നു. ഇപ്പോൾ ചിൻ ഗാർഡ് ഇല്ലാന്ന് വെച്ചാലും പ്രശ്നമില്ല, പക്ഷേ നമുക്ക് അത് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഹാഫ് ഹെൽമെറ്റ് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഹോൾ ഇടണമെന്ന്. അപ്പോൾ ഹോൾ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി തന്നെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് മേ ബി എൻഫീൽഡ് തന്നെ വേണ്ട, പക്ഷേ നമുക്ക് ഡെസേർട്ട് സ്റ്റോമിൻ്റെ സെയിം കളറിലുള്ള ഒരു ഹെൽമെറ്റ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് അവസാനം വേഗാർഡ് ഒരു ഹെൽമെറ്റ് എടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യാണ്. ആക്ച്വലി ഇത് ഓപ്പൺ ചെയ്താണ്, ഞാൻ ഒന്നുകൂടെ അത് നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കളർ ഓൾമോസ്റ്റ് മറ്റേ ഡെസേർട്ട് സ്റ്റോമിന് തന്നെയാണ്, പക്ഷെ അതിൽ കുറേ വേറെ കളർ പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, ഇത് ഫുൾ ഹെൽമെറ്റ് ആണ്. ഇതിൻ്റെ മോഡൽ എന്ന് വെച്ചാൽ റൈക്കർ, വേഗ റൈക്കർ എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. ഇത് MRP നോക്കുകയാണെങ്കിൽ 1898 കാണിക്കുന്നത്. ബട്ട് ഫ്ലിപ്കാർട്ടിൽ എനിക്ക് നല്ലൊരു ഡീൽ കിട്ടി. ഇറ്റ്സ് ഓൺലി ഫോർ 1424. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട് വൈസർ അല്ലാണ്ട് അകത്ത് നിങ്ങൾക്ക് കൂളിംഗ് വൈസേഴ്സ് കൂടെ കിട്ടുന്നതാണ്. ഇത് മാനുവലായിട്ട് പുഷ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ ചൂട് സമയത്ത് ഉച്ചയ്ക്ക് പുറത്തിറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അകത്തുള്ള കൂളിംഗ് ഗ്ലാസ്സസ് നന്നായിട്ട് യൂസ് ആവുന്നതായിരിക്കും. കാരണം നമുക്ക് വെയിലത്ത് നമുക്ക് പുറത്ത് കണ്ണ് കാണത്തേ ഇല്ല. ഓക്കെ, കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പാലക്കാടൊക്കെ നോക്കുകയാണെങ്കിൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അപ്പോൾ ചൂടിന് വേണ്ടി അവർ വേറൊരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്. ഇതിലൊരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് എയർ സർക്കുലേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഇത് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അകത്ത് ഫ്രണ്ടിൽ കൂടെ കാറ്റ് കയറുന്നതായിരിക്കും. സിമിലർലി നിങ്ങളുടെ ടോപ്പ് ഭാഗത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും കാറ്റ് അകത്തേക്ക് കയറുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കളർ കോമ്പിനേഷൻ ഡെസേർട്ട് സ്റ്റോമിൻ്റെ കൊടുത്തിട്ടുണ്ട്, യെല്ലോ ഷെയ്ഡ്സ് ആൻഡ് ബ്ലാക്ക്. സെയിം ഈ ഡെസേർട്ട് സ്റ്റോമിലും നിങ്ങൾക്ക് ഈ രണ്ട് കളറും അവൈലബിൾ ആണ്, ഈ കളറും പിന്നെ ബ്ലാക്കും. കളർ കോമ്പിനേഷൻ നല്ലതാണ്. പിന്നെ അതിന് ടോപ്പ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇതേക്കുന്ന എന്താണ് ആക്ടിവേറ്റ് വാറണ്ടി. അപ്പോൾ ഇത് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻഷുറൻസ് കവറേജും കിട്ടുന്നുണ്ട് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ. ഐ തിങ്ക് അപ് ടു 1 lakh ഞാനത് ചെയ്തിട്ടുണ്ട്. പിന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, റിമൂവ് ദിസ് ഫിലിം ബിഫോർ യൂസ്. ആരും അത് എടുക്കാണ്ട് യൂസ് ചെയ്യില്ല, എന്നാലും അവർ പ്രിക്കോഷൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബാക്കിൽ കൂടെ കാറ്റ് കയറുന്നതായിരിക്കും. ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 1200 grams, 1.2 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ അതേ സമയം നിങ്ങൾ ഹാഫ് ഹെൽമെറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കമ്മിങ് അറൗണ്ട് 1 kg. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങളത് മേടിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ലോക്കലി ട്രാവൽ ചെയ്യുന്ന കൂടുതൽ ലോക്കലാണെങ്കിൽ ഹാഫ് ഹെൽമെറ്റ് തന്നെ ധാരാളമായിരിക്കും. പക്ഷേ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. ഇതിലൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ അവർ ചിൻ ഏരിയയിൽ കുഷൻ കൊടുത്തിട്ടില്ല. പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷേ അകത്തുള്ള കുഷൻ ഇല്ല. അതൊരു ചെറിയ ഡ്രോബാക്കാണ്. മേ ബി ഹയർ എൻഡ് മോഡൽസിൽ കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ സ്റ്റിക്കർ ആദ്യം നിന്ന് എടുത്തേക്കാം. സം വൈസർ UV പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അകത്തുള്ള മറ്റേ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ സിൽവർ കളർ കൊടുത്തേക്കുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. നിങ്ങൾ യൂഷ്വലി ഹെൽമെറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഹെഡിന് ഫിറ്റ് ആവുന്ന ടൈപ്പിൽ എടുക്കണം. കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സേഫ്റ്റി കുറയുന്നതാണ്. കാരണം അത് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാറ്റ് വരുമ്പോൾ അത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ബെറ്റർ യു ഗോ ഫോർ ദ ടൈറ്റർ വെർഷൻ. അത് ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് അല്ല നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്,
സ്ലാൻറ്റിങ്. സോ സ്ലാൻറ്റിങ് അവർ കൊടുത്തേക്കുന്ന സെയിം മെഷർമെൻറ്റ് എടുക്കുക. ഇപ്പോൾ സപ്പോസ് ഹെഡ് 58 mm ആണെങ്കിൽ സെയിം മെഷർമെൻറ്റിൽ എടുക്കുക. സോ ഇതിപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് മാനുവലി പുഷ് ചെയ്യേണ്ടതാണ്. ഹയർ എൻഡ് മോഡൽസിൽ നിങ്ങൾക്ക് സൈഡിൽ തന്നെ കിട്ടുന്നതാണ്, പക്ഷേ ഇത് ടോപ്പ് എൻഡ് അല്ലാത്ത കാരണം ഓപ്ഷൻ ഇല്ല. സോ എൻ്റെ ഡെസേർട്ട് സ്റ്റോം ഹെൽമെറ്റിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തു. സോ അടുത്ത റിവ്യൂവിൽ ഞാൻ എൻ്റെ ഡെസേർട്ട് സ്റ്റോം 500 ചെയ്യുന്നതായിരിക്കും. ഞാനതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാറൊക്കെ മാറ്റിയിട്ടുണ്ട്, വാർഡൻ ഷേഡ് വെച്ചിട്ടുണ്ട്, ആൻഡ് സൈഡ് മിറർ വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ലുക്ക് ഫോർവേഡ് നെക്സ്റ്റ് റിവ്യൂവിൽ കാണാം. ഓക്കെ, ബൈ.